നമസ്കാരം, അമൃതാണ്. നുണക്കുഴി, ഡയറക്റ്റഡ് ബൈ ജിത്തു ജോസഫ്. ഈ സിനിമ ജിത്തു ജോസഫാണ് സംവിധാനം ചെയ്തതെന്നുള്ളത് ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കിയത്. ഒരു റീസൺ എന്ന് പറയുന്നത് റൈറ്റിംഗ് ക്രെഡിറ്റ്സ് KR കൃഷ്ണകുമാർ. ജിത്തു ജോസഫ് എഴുതിയ തിരക്കഥയല്ലെന്ന് തോന്നുന്നു. അതതിന് തിരക്കഥയിൽ കൃഷ്ണകുമാർ സപ്പോർട്ട് ചെയ്തതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും തിരക്കഥ ഭയങ്കര വീക്കായിട്ട് തോന്നി. ഒന്നതൊരു കോമഡി ജോണറാണ്. അപ്പോൾ ഈ സിനിമ തുടങ്ങുമ്പോഴേ അറിയാം ഇതൊരു കോമഡിക്ക് വേണ്ടി, അതായത് സ്ലാപ്സ്റ്റിക് ആയിരുന്നാലും അത് ആ ഫസ്റ്റ് സീനിൽ തന്നെ പ്രകടമായിട്ട് എടുത്ത് കാണിക്കും. പക്ഷെ അവിടെ പോലും ഞാൻ പൊതുവെ ഈ ബേസിൽ ജോസഫിൻ്റെ ഒരു കട്ട ഫാനാണ്. കാരണം അദ്ദേഹത്തിന് ഏത് കോമഡി കൊടുത്താലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ അതിനെ വർക്കാക്കി എടുക്കാനുള്ള ഒരു കഴിവുള്ള അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് സീനിൽ ബേസിൽ പോലും കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരൊറ്റ ആളായിട്ട് നിന്ന് അതങ്ങോട്ട് പുള്ളി ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എക്സസ് ലോഡ് പോലെയൊക്കെ ഫീൽ ചെയ്ത ഒരു കഥാപാത്രത്തിൽ. എങ്കിലും ബേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം കുറച്ചൊക്കെ ഒന്ന് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ ഭയങ്കര അരോചകമായിട്ടാണ് ഫസ്റ്റ് ഹാഫ് വരെ എങ്ങനെ തള്ളി നീക്കിയെന്ന് അറിയത്തില്ല. ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തി പോയാലോ എന്ന് വരെ ചിന്തിച്ചായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നെ ബൈജു വന്നതോടുകൂടി സിനിമയ്ക്ക് കുറച്ചും കൂടെ ഒരു ജീവൻ വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിന് ഒരു കോമഡി ആയിരുന്നാലും കുറച്ച് സീരിയസ് ആയിരുന്നാലും ഇതെല്ലാം കൂടെ അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ ഇതിൻ്റെ സംവിധായകൻ ജിത്തു ജോസഫ് ആണെന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലൊക്കെ വരുമ്പോൾ, സെക്കൻഡ് ഹാഫാണോ ഫസ്റ്റ് ഹാഫാണോ എന്ന് ഓർക്കുന്നില്ല, പേര് പോലെ തന്നെ ഒരു നുണയിൽ നിന്ന് മറ്റൊരു നുണയിലേക്ക് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്ന രീതിയിലൊക്കെയാണ് അതിൻ്റെ ഒരു അൽഗോരിതം, അതായത് തിരക്കഥയെ വർക്ക് ചെയ്തിരിക്കുന്നത്. കഥാപാത്രങ്ങളൊക്കെ സാധാരണ കഥാപാത്രങ്ങളിൽ നിന്ന് കുറച്ചൊരു എക്സാജറേറ്റഡ് കൈൻഡ് ഓഫ് രീതിയിൽ വേണം അവർ പെർഫോം ചെയ്യേണ്ടത്. അവിടെയൊക്കെ കുറച്ചൊരു കയ്യിൽ നിന്ന് പോയ പോലുള്ളൊരു ഫീൽ ഒരുപാട് സീനുകളിലുണ്ടായിരുന്നു. ബൈജു മാത്രം അത്, കാരണം ബൈജു അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് ഒരുപാട് ചെയ്ത് കണ്ട് ശീലമുള്ളതുകൊണ്ട് തന്നെ നമുക്കത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈമിങ്ങും ഇതെല്ലാം കറക്റ്റായിരിക്കും. അവിടെ മാത്രമേ ഇതിനകത്തൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയെല്ലാം സർവോപരി ഇതിനകത്ത് ഒരുപാട് ആക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ആർക്കും സിനിമയ്ക്കകത്തൊരു പുതുമ അല്ലെങ്കിൽ ഒരു രസകരമായിട്ട് സിനിമ കൊണ്ടുപോകാനൊന്നും കഴിയാത്ത കണക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഈ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ്റെ ഒരു സ്കില്ലെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ്, ആ ഒരു ക്രിമിനലിനുണ്ടാവുന്ന തിങ്കിങ് എബിലിറ്റീസ്, ഒരു കള്ളത്തിനെ മറയ്ക്കാൻ അദ്ദേഹം കണ്ടെത്തുന്ന വഴികൾ, ഇതൊക്കെ വളരെ സ്ട്രെയിഞ്ചാണ്. അപ്പോൾ അതാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഒരു, പിന്നെ ഇതുപോലെ തന്നെ കൂമനിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ സിനിമയെ ഒരു യൂഷ്വൽ ജിത്തു ജോസഫ് മോഡൽ തുടങ്ങി ആ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് അവസാനമായപ്പോഴത്തേക്ക് പുള്ളിക്ക് ഇത് എങ്ങനെ കൺക്ലൂഡ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുപോയി കൺക്ലൂഡ് ചെയ്താണ് ആ സിനിമയും കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഏതായാലും ഇത് അതിനേക്കാളും വേഴ്സ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതെനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തതാണ്. ഇപ്പോൾ ചില ഫാമിലീസിന്, കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ഈ ഒരു സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. എനിക്കെന്തോ അത് അത്രത്തോളം വർക്കായില്ല. ഫസ്റ്റ് ടൈമാണ് ബേസിലിൻ്റെ ഒരു സിനിമ കണ്ടിട്ട് ഇത്രയും ഒരു നിരാശ തോന്നിയത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കോമഡി സീൻ നമ്മൾ ഉദ്ദേശിച്ച കണക്ക് അങ്ങോട്ട് വർക്കാകാത്ത കണക്ക് ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എത്രത്തോളം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് ബൂസ്റ്റ് ചെയ്തിട്ടും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതിനകത്ത് ഓവറോൾ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് വീക്കായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫിലിം IMDbയിൽ ഔട്ട് ഓഫ് 10 5 റേറ്റ് ചെയ്യുന്നു. മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.